നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. കാണുന്നുണ്ടല്ലോ അല്ലേ സ്ക്രീൻ എല്ലാവർക്കും? എന്താ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഫണ്ട് നമ്മൾ 3 രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഫണ്ട് എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ ഫണ്ട് നമ്മൾ 3 രീതികൾക്ക് വേണ്ടിയിട്ടാണ് ഫണ്ട് യൂസ് ചെയ്യുക. ഒന്ന്, ഇറ്റ് ഇസ് നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ക്യാഷ് അല്ലെങ്കിൽ മണി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫണ്ട് എന്ന് പറഞ്ഞാൽ നാരോ സെൻസിൽ എന്താ ഉദ്ദേശിക്കണേ? ക്യാഷ് അല്ലെങ്കിൽ മണി സെയിം തന്നെയാണ് കേട്ടോ. ബ്രോഡ് സെൻസിലാണെങ്കിലോ ഇറ്റ് മീൻസ് ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സ്, എല്ലാ ധനപരമായിട്ടുള്ള ഉറവിടങ്ങളും എന്താണ്? ഫണ്ടാണ് അല്ലെ. ധനമായിട്ട് വരാവുന്ന എല്ലാ സോഴ്സും എല്ലാ മാർഗങ്ങളും എന്താണ്? ഫണ്ടാണ്. ഇനി പോപ്പുലർ സെൻസിൽ പറയുകയാണെങ്കിലോ ഇറ്റ് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ. എങ്ങനെയൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കാണാം? ഇക്വേഷൻ അറിയാമോ? വർക്കിംഗ് ക്യാപിറ്റൽ കാണാനുള്ള ഇക്വേഷൻ അറിയാമോ? കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. യെസ്, കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. ആരെങ്കിലും നോട്ട് ചെയ്യുക. കറന്റ് ലയബിലിറ്റീനേക്കാൾ എത്രത്തോളം കൂടുതലാണോ കറന്റ് അസറ്റ് വന്നിട്ടുള്ളത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. ഓക്കെ അല്ലേ? അപ്പോൾ ഫണ്ടിൻ്റെ ഏതൊക്കെ 3 രീതികൾ? ഫണ്ട് നമുക്ക് എങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞേ. ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെടാം? പറഞ്ഞേ. നാരോ സെൻസിൽ ക്യാഷ് ഓർ മണി, ബ്രോഡ് സെൻസിൽ ഫിനാൻഷ്യൽ റിസോഴ്സസ്, പോപ്പുലർ സെൻസിൽ വർക്കിംഗ് ക്യാപിറ്റൽ. യെസ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് എന്താണെന്നറിയോ? അത് ഏതെങ്കിലും ഒരു മീനിങ് നമുക്ക് റോബർട്ട് അന്തോണിയുടെ ഡെഫിനിഷൻ പഠിക്കാം. ദ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്ക്രൈബ് ദ സോഴ്സസ് ഫ്രം വിച്ച് അഡീഷണൽ ഫണ്ട് വെർ ഡിറൈവ്ഡ് ആൻഡ് ദ യൂസസ് ടു വിച്ച് ദി സോഴ്സസ് വെർ പുട്ട്. അതായത് നമുക്ക് ഏതൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് ഫണ്ട് ഉണ്ടാക്കാൻ സാധിക്കും, ആ ഫണ്ട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കും, അങ്ങനെ ഏതൊക്കെ ഉറവിടങ്ങളിലൂടെ നമുക്ക് ഫണ്ട് ഉണ്ടാക്കാം, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഈ സോഴ്സും ഈ യൂസസും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ ആയോ? ഒരു കമ്പനിക്ക് ഏതൊക്കെ രീതിയിൽ ഫണ്ട് വരാം, ആ ഫണ്ട് കമ്പനി എങ്ങനെയൊക്കെ യൂസ് ചെയ്തു, അങ്ങനെ വന്നതും യൂസ് ചെയ്തതും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. യെസ്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ ഫണ്ട് വന്നു, അതെങ്ങനെ യൂസ് ചെയ്യുന്നു അല്ലേ. ഫണ്ടിൻ്റെ സോഴ്സ്, ഉറവിടങ്ങളും അതിൻ്റെ യൂസസും അതിൻ്റെ ഉപയോഗങ്ങളും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന്, നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഇറ്റ് ഇസ് എ ടെക്നിക് ഓഫ് മാനേജിങ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. രണ്ടാമത്തത്, ടു നോ ദ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലിലുള്ള മാറ്റങ്ങൾ അതറിയാനായിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നു. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിലെ പൊസിഷൻ അറിയാനായിട്ട് സഹായിക്കുന്നു. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തിരിച്ചറിയാനായിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ചോദിക്കുകയാണെങ്കിൽ 4 ഓർത്ത് വയ്ക്കുക. ഒന്ന്, മാനേജിങ് വർക്കിംഗ് ക്യാപിറ്റൽ. 2, ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. 3, വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ. 4, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്ത ഒബ്ജക്റ്റീവ്സ്. കേട്ടില്ല. ഒരു ലൈനിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടോളൂ. 5 മാർക്കൊക്കെ ആണെങ്കിൽ കേട്ടോ. ഒരു ലൈനിലൊക്കെ മതി കേട്ടോ. സിംഗിൾ ലൈനിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പരിമിതികൾ അല്ലേ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് മാത്രമല്ല, ചില പരിമിതികളുണ്ട്. എന്താ? ഇറ്റ് ഷോസ് ഓൺലി വാട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് അല്ലേ. പാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്ന് മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. പാസ്റ്റിൽ നമ്മൾ എന്ത് ഫണ്ട് വന്നു, ആ ഫണ്ട് എങ്ങനെ ഉപയോഗിച്ചു എന്ന് മാത്രമേ നമുക്കിത് നോക്കിയാൽ മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ ഫ്യൂച്ചർ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല, പാസ്റ്റ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതൊരു ലിമിറ്റേഷനാണ്. അതുപോലെ ഒരിക്കലും ഒരു സ്ഥാപനത്തിൻ്റെ ക്യാഷ് പൊസിഷൻ, ഒരു കമ്പനിക്ക് എത്രത്തോളം ക്യാഷ് കയ്യിലുണ്ടെന്ന് അറിയാൻ പറ്റില്ല. അത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണ്ടേ. ഫണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ഫണ്ട് വന്നു, എത്ര ഫണ്ട് ഉപയോഗിച്ചെന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും ക്യാഷ് പൊസിഷൻ നമുക്ക് ഇത് നോക്കിയാൽ കിട്ടില്ല. പിന്നെ നമുക്ക് റിവീൽ കണ്ടിന്യൂസ് ചേഞ്ചസ് അല്ലെ, തുടർച്ചയായ മാറ്റങ്ങൾ അറിയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിന് ഒരിക്കലും ഇത് യൂസ്ഫുൾ അല്ല കേട്ടോ. ഒരു 3 പഠിച്ചാൽ മതി. ലിമിറ്റേഷൻ എപ്പോഴും നിങ്ങൾ കുറവ് പഠിച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. ഈ ഫണ്ട് ഫ്ലോയും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. അപ്പോൾ ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു ഇതിലെന്താ കാണിക്കുക? അതൊരു ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അസറ്റ്
അസറ്റിലുണ്ടായ മാറ്റങ്ങൾ കാണിക്കുന്നതാണ് ഫണ്ട് ഫ്ലോ. പക്ഷേ ബാലൻസ് ഷീറ്റ് അങ്ങനെയല്ലല്ലോ. അസറ്റും ലയബിലിറ്റീസും കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ഇനി ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലോ കോൺസെപ്റ്റാണ്. ചലനം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുന്നു. ഫണ്ട് വരുന്നു, ആ ഫണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇല്ല അപ്പോൾ കയ്യിൽ നിന്നുള്ള ഫണ്ട് പോവുകയല്ല ചെയ്യണേ, അതൊരു ഫ്ലോയാണ്. പക്ഷേ ബാലൻസ് ഷീറ്റ് എപ്പോഴും നമ്മുടെ കയ്യിലുള്ള അസറ്റും ലയബിലിറ്റി സ്റ്റോക്ക് കോൺസെപ്റ്റാണ് കേട്ടോ. ഇനി ഒരു പ്രത്യേക പീരീഡിൽ എത്രത്തോളം ഫണ്ടിൻ്റെ സോഴ്സസും അതിൻ്റെ യൂസസും, എത്രത്തോളം ഫണ്ട് വന്നു, അതെങ്ങനെ ഉപയോഗിച്ചു, അത് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫണ്ട് ഫ്ലോ. പക്ഷേ ബാലൻസ് ഷീറ്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യണേ? ടു ചെക്ക് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി, ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലേ. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൺലി സപ്ലിമെൻ്റ് ആണ് അല്ലേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലാതെ ഒരിക്കലും ഒരു മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല ഫണ്ട് ഫ്ലോ. പക്ഷേ ബാലൻസ് ഷീറ്റ് ആണെങ്കിലും ഒന്ന് മ്യൂട്ട് ചെയ്യും കേട്ടോ. ബാലൻസ് ഷീറ്റ് ആണെങ്കിലോ ഇറ്റ് ഈസ് എ പ്രൈമറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഒരു കമ്പനിയുടെ പ്രാഥമിക ധനകാര്യ രേഖയാണ് ബാലൻസ് ഷീറ്റ്. ഇനി ഫണ്ട് ഫ്ലോ നോക്കിയത് കൊണ്ട് ഒരിക്കലും ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിന് മാത്രമേ അത് യൂസബിൾ ആവുള്ളൂ, പുറത്തുള്ള ആൾക്ക് ഒരിക്കലും അത് ഉപകാരപ്രദമാവില്ല. പക്ഷേ ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ എക്സ്റ്റേണൽ യൂസറിനും അത് ഉപകാരപ്രദമാകും. ഓക്കെ, അതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. എല്ലാവർക്കും അറിയില്ലേ? നമ്മൾ കറണ്ട് റേഷ്യോ ഒക്കെ പഠിച്ചിട്ടുള്ളതല്ലേ, അറിയാലോ, എല്ലാവർക്കും അറിയാലോ. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി അറിയില്ലേ? യെസ്. ഇനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റെപ്സ് ആണ് ഞാൻ പറയാൻ പറയുന്നത് മക്കളെ. ഈ 4 സ്റ്റെപ്സിൽ ചെയ്താൽ മാത്രമേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? പ്രിപ്പയർ. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കിട്ടിയ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുക. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. എന്താണ് ഒന്നാമത്തെ സ്റ്റെപ്പ്? വർക്കിംഗ് ക്യാപിറ്റലുള്ള ചേഞ്ചസ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് മാത്രം 5 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് മാത്രം കാണിക്കാൻ 5 മാർക്കിന് ചോദിക്കാറുണ്ട്. രണ്ടാമത് ആവശ്യമായിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകൾ വരയ്ക്കുക. മൂന്നാമത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുക. നാലാമത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. ഇതാണ് 4 സ്റ്റെപ്പ്. സഞ്ജയ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ സഞ്ജയ്? സഞ്ജയ് ഇല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ സഞ്ജയ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താ? ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞേ. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ വരയ്ക്കുക. രണ്ടാമത് ആവശ്യമായിട്ടുള്ള നെസസറി ലെഡ്ജർ ഒക്കെ ഉണ്ട്. ഒരു ക്വസ്റ്റിന് എന്തൊക്കെ ലെഡ്ജറാണോ വേണ്ടത് അത് വരയ്ക്കുക. മൂന്നാമത് എന്ത് കണ്ടുപിടിക്കുക? നമുക്ക് ഒരു കമ്പനിക്ക് എത്രത്തോളം ഫണ്ട് വേണമെന്ന് കണ്ടുപിടിക്കുക. അവസാനം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കുക. നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോയാലോ? എല്ലാവരും റെഡി ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ക്വസ്റ്റ്യൻ കാണിച്ചത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ 10 മാർക്കിനും ചോദിക്കാം. ഓക്കെ. ഫ്രം ദ ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2010 ആൻഡ് 2011. നമുക്ക് 2010ലെയും 2011ലെയും ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. കണ്ടോ, വർക്കിംഗ് ക്യാപിറ്റലുള്ള മാറ്റം കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഉണ്ട്. നമുക്ക് ലയബിലിറ്റി സൈഡിൽ ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഡിബെഞ്ചർ, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അസറ്റ് സൈഡിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ക്യാഷ് ആൻഡ് ബാങ്ക്, പ്രിലിമിനറി എക്സ്പെൻസസ്. അപ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലുള്ള ചേഞ്ചസ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കണേ. വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കാണാം? വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കാണാം? വർക്കിംഗ് ക്യാപിറ്റലാണ്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ചേഞ്ചസ് പറയണേ അല്ലേ. അപ്പോൾ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി അല്ലേ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ കറണ്ട് അസറ്റുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞേ. ഡെറ്റർ ഒരു കറണ്ട് അസറ്റ് അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ കറണ്ട് അസറ്റുകൾ ഏതൊക്കെയാന്ന് തിരിച്ചറിയുക. സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റ് അല്ലേ? ക്യാഷ് ആൻഡ് ബാങ്ക് കറണ്ട് അസറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് പ്ലാൻ ആൻഡ് മെഷീനറി അസറ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ കറണ്ട് അസറ്റ്, ഇറ്റ് ഈസ് എ ഫിക്സഡ് അസറ്റ്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമുക്ക് 3 കറണ്ട് അസറ്റ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ഡെറ്റേഴ്സും സ്റ്റോക്കും ക്യാഷ് ആൻഡ് ബാങ്ക്. ഇനി കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാണ്? പിന്നെ നമുക്ക് വേണ്ടത് കറണ്ട് ലയബിലിറ്റി ആണ് അല്ലേ. കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാന്ന് പറഞ്ഞേ. ക്രെഡിറ്റേഴ്സ് അല്ലേ. ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് കേട്ടോ. കൊടുക്കാനുള്ള എക്സ്പെൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കറണ്ട് ലയബിലിറ്റി, പെട്ടെന്ന് കൊടുത്ത് തീർക്കേണ്ട ബാധ്യതകളാണ് കേട്ടോ. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാലേ 1 വർഷത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന്
ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റാണ് കറണ്ട് അസറ്റ്. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളാണ് കറണ്ട് ലയബിലിറ്റി. ഓക്കെ, അറിയില്ലെങ്കിൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയുടെ ഒരു ഇത് തന്നെ കിടക്കുന്നുണ്ട് കണ്ടോ. ഇതൊക്കെയാണ് കറണ്ട് അസറ്റ് കണ്ടോ, ഇതൊക്കെ കറണ്ട് ലയബിലിറ്റി കണ്ടോ. സ്റ്റോക്ക്, ബിൽസ് റിസീവ്ഡ്, ഡെറ്റർ കണ്ടോ, ഇതൊക്കെ ക്യാഷ് ഇതാണ് കേട്ടോ, കറണ്ട് അസറ്റാണ്. ഇതൊക്കെ കറണ്ട് ലയബിലിറ്റിയാണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടതിൽ, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, 2010-11 ഇതുപോലെ തന്നെ എഴുതാം. 2010-11 കറണ്ട് അസറ്റ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് നമ്മുടെ കറണ്ട് അസറ്റുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്? ഡെറ്റേഴ്സ്. ഫസ്റ്റത്തെ കറണ്ട് അസറ്റ് ഏതാ? ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് പറഞ്ഞേ. 2010 എത്രയായിരുന്നു, 2011 എത്ര? 2010 75,000. 2011 1,00,000. അപ്പോൾ എന്ത് സംഭവിച്ചു ഡെറ്ററിന്? ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ? ഇൻക്രീസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചേഞ്ചസ് ഇൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ട് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്ന് പറയുന്ന 2 കോളം വരയ്ക്കുക. അപ്പോൾ 75,000 എന്നുള്ളത് 1,00,000 ആയില്ലേ. അപ്പോൾ എത്ര രൂപ കൂടി? 25,000. അപ്പോൾ ഇൻക്രീസിൽ നിങ്ങൾ 25,000 എഴുതുക. കത്തിയോ? അപ്പോൾ ഡെറ്റർ കഴിഞ്ഞാൽ അടുത്ത അസറ്റ് ഏതാ? സ്റ്റോക്കിൻ്റെ എമൗണ്ട് എത്രയാണ്? 1,20,000 ആണ്. ഇപ്പം 1,00,000 ആയി. അപ്പോൾ 1,20,000 1,00,000 ആയി എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചേ? 20,000 രൂപ ഡിക്രീസ് ആയി. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? അടുത്ത ക്യാഷ് ആൻഡ് ബാങ്ക്, അത് എത്രയായിരുന്നു? 60,000 85,000 ആയി. അപ്പോൾ എന്ത് സംഭവിച്ചു? 25 ഇൻക്രീസ് ചെയ്തു. ഓക്കെ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തപ്പോൾ കറണ്ട് അസറ്റ് കഴിഞ്ഞല്ലോ. കറണ്ട് അസറ്റ് എല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. അപ്പോൾ 2010 കറണ്ട് അസറ്റ് 2,55,000, 2011 2,80,000. കത്തിയെങ്കിലും റെസ്പോണ്ട് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി നിങ്ങൾ കറണ്ട് ലയബിലിറ്റി ആണ് എഴുതേണ്ടത് കേട്ടോ. കറണ്ട് ലയബിലിറ്റി ഹെഡിങ് കൊടുക്കുക, കറണ്ട് ലയബിലിറ്റി എന്ന് കൊടുക്കുക. ഏതൊക്കെ കറണ്ട് ലയബിലിറ്റി പറഞ്ഞ ക്വസ്റ്റ്യനിൽ? ക്രെഡിറ്റേഴ്സ്. 2010 ക്രെഡിറ്റേഴ്സ് എത്രയാ? 1,50,000. 2011 2,50,000. അപ്പോൾ കൂടാണോ കുറയാണോ ഉണ്ടായത്? കൂടാണ് ഉണ്ടായതല്ലേ. പക്ഷെ നിങ്ങളത് ഡിക്രീസിൽ എഴുതണം. കാരണം എന്താ അറിയോ, കറണ്ട് ലയബിലിറ്റി കൂടാന്ന് പറഞ്ഞാൽ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മക്കളെ, ലയബിലിറ്റി കൂടാണെങ്കിൽ നിങ്ങൾ എവിടെ എഴുതേണ്ടത്? ഡിക്രീസിൽ. കുറയാണെങ്കിലോ? ഇൻക്രീസ്. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പോൾ കറണ്ട് ലയബിലിറ്റിയുടെ കേസിൽ മാത്രം നേരെ ഉൾട്ടയാണേ. കൂടാണെങ്കിൽ ഡിക്രീസിൽ എഴുതുക, കുറയാണെങ്കിൽ ഇൻക്രീസിൽ. അപ്പോൾ 1,80,000 2,50,000 ആയില്ലേ. അപ്പോൾ ഒരു 70,000 ശരിക്കും കൂടാണ് ചെയ്തത്. പക്ഷെ നിങ്ങൾ എവിടെ കൊണ്ട് എഴുതണം? ഡിക്രീസിൽ. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. അതായത് അത് ലയബിലിറ്റി കൂടാന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കറണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ കുറയുക. ബാധ്യത കൂടുന്തോറും കമ്പനിയുടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ക്യാപിറ്റൽ കുറയല്ലേ. ആ ബാധ്യതകൾ നമുക്ക് നികത്തണ്ടേ, അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നോക്കി. 35,000 ആയിരുന്നു കഴിഞ്ഞ വർഷം, ഈ വർഷം 25,000. അപ്പം എന്താ സംഭവിച്ചേ? കുറയാണ് ശരിക്കും ചെയ്തേക്കണം 10,000. പക്ഷെ നമ്മൾ എവിടെ എഴുതണം? യെസ്, ഇൻക്രീസ് ചെയ്ത്. ക്ലിയർ ആണെന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. ഇനി കറണ്ട് ലയബിലിറ്റി ടോട്ടൽ എടുക്കുക. 2,15,000, 2,70,000. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കാണാം? തൊട്ട് താഴെ നിങ്ങൾ അത് ക്ലോസ് ചെയ്തിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കാണാം. വർക്കിംഗ് ക്യാപിറ്റൽ ആപ്ലിക്കേഷൻ പറഞ്ഞേ. വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കാണാം? കറണ്ട് അസറ്റ് 2,55,000 2,15,000 കുറച്ച് എത്രയാ? 40,000. ക്ലിയർ ആയോ? 2010 കറണ്ട് അസറ്റ് 2,55,000 അല്ലേ കറണ്ട് അസറ്റിന്റെ ടോട്ടൽ കണ്ടോ. അതിൽ നിന്ന് കറണ്ട് ലയബിലിറ്റിയുടെ ടോട്ടൽ 2,15,000 കുറച്ചാൽ 40,000. ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്യൂ. അതിന് 2011 കറണ്ട് അസറ്റ് 2,80,000 ആണ്. അതിൽ നിന്ന് 2,70,000 കുറച്ചാൽ എത്രയാ? 10,000. ക്ലിയർ ആയോ?
അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 2010 വർക്കിംഗ് ക്യാപിറ്റൽ എത്രയായിരുന്നു? 40,000. 2011 വർക്കിംഗ് ക്യാപിറ്റൽ എത്രയായി? 10,000. അപ്പം എന്താ സംഭവിച്ചത്? വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. അപ്പം നിങ്ങൾ അത് എന്തെന്ന് പറയുന്നത്? ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 30,000 എഴുതിയാലേ അത് 40,000 ആവുള്ളൂ. കത്തിയോ? അതായത് 40,000 എന്ന് പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ 2010 ശരിയല്ലേ? 2011 ആ വർക്കിംഗ് ക്യാപിറ്റൽ എത്രയായി? അപ്പൊ എത്ര രൂപ കുറഞ്ഞു? 30,000 കുറഞ്ഞു. അപ്പൊ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? വർക്കിംഗ് ക്യാപിറ്റൽ കുറയല്ലേ ചെയ്തേ? അപ്പൊ നിങ്ങൾ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആ 10,000 താഴെ 30,000, കാരണം ആ 30,000 എഴുതിയാലാണല്ലോ നമുക്കത് ടാലി ആവുക, ഈക്വൽ ആവുക. 40,000 ആവുള്ളൂ രണ്ട് സൈഡിലും. കത്തിയോ? ക്ലിയർ ആയോ? അതേപോലെ ഇതും നിങ്ങൾ ബാലൻസ് ചെയ്യണം. ഇൻക്രീസ് ഡിക്രീസിൽ ആ കോളം ബാലൻസ് ചെയ്യണം. ആ കോളം ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിക്രീസിലാണ് എമൗണ്ട് കൂടുതൽ വരുന്നത്. 70,000 20,000 കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 7 2 90,000. ഓക്കെ അല്ലേ? പക്ഷേ ഇൻക്രീസിലോ 25 50 50 10 60 അല്ലേ ഉള്ളൂ ഇൻക്രീസിൽ. അപ്പോൾ അവിടെ എത്ര കുറവുണ്ട്? അപ്പൊ ശരിക്കും പറഞ്ഞ ഈ ഡിഫറൻസ് ഇനി ഇവിടെ വരുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? അത് എവിടെ കുറവെന്ന് എഴുതിയാൽ അവിടെ ബാലൻസ് ആവും. ഓക്കെ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തേ. മകളെ ഇത്രയേ ഉള്ളൂ സാധനം. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസിന് വർക്കിംഗ് ക്യാപിറ്റൽ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? 5 മാർക്കിന് ചോദിക്കട്ടെ, ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക അടുത്ത ദിവസത്തേക്ക്. ഈ ക്വസ്റ്റ്യൻ്റെ ചെയ്തോട്ടെ. ഈ ക്വസ്റ്റ്യൻ്റെ ഇതിൽ ഏതൊക്കെ കറണ്ട് അസറ്റ് നിങ്ങൾ തന്നെ പറഞ്ഞോ. അപ്പോൾ പിന്നെ നമുക്ക് ടിക്ക് ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സുഖമായിട്ട് ചെയ്യാമല്ലോ. ഇതിൽ ഏതൊക്കെ കറണ്ട് അസറ്റിലെ കറണ്ട് അസറ്റ് ഏതൊക്കെയാ? സ്റ്റോക്ക്, ഡെറ്റർ വരും, സ്റ്റോക്ക് വരും, ക്യാഷ് വരും. 3 എണ്ണമാണ് വരുന്നത് കേട്ടോ. ഏതൊക്കെയാ? ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ക്യാഷ്. ഇനി നമ്മുടെ കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാ? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കറണ്ട് ലയബിലിറ്റി ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് 2 എണ്ണമാണ് വരുന്നത്. ഏതൊക്കെയാ? പ്രൊവിഷൻ ഫോർ ടാക്സും സൺട്രി ക്രെഡിറ്റേഴ്സ് കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ആ ക്വസ്റ്റ്യൻ മാത്രം ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ എല്ലാവരും അതിന് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. അതിന് ആൻസർ വരുന്നത് 28,000 1,10,000 ആവാണ്. അപ്പോൾ 82,000 രൂപ കൂടണം. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്തോളില്ലേ? ചെയ്യില്ലേ? അപ്പോൾ നമ്മുടെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എല്ലാവർക്കും സെറ്റ് അല്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കാനാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാനാണ്. നാലാമത്തെ സ്റ്റെപ്പ് ഫണ്ട് ഫ്ലോ. ഇത്രയേ ഉള്ളൂ ചാപ്റ്ററിൽ പഠിക്കാൻ ആക്ച്വലി കേട്ടോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ചസ് കാണാനായിട്ട് ഉറപ്പായിട്ട് 5 മാർക്കിന് ചോദിക്കും കേട്ടോ. സെറ്റല്ലേ എല്ലാവർക്കും? ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ആ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിടാം. എല്ലാവരും വർക്കൗട്ട് ചെയ്യണം. എന്ന് ഇത്രയും എടുക്കണുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.